ഇപ്പോൾ നമ്മൾ ഈ ടയേഴ്സ് മാറ്റിയതിന് ശേഷം നമ്മൾ ഏകദേശം 20,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഒരു യൂസർ റിവ്യൂവും കൂടിയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഫോർച്യൂണറുമായിട്ടാണ്. ലെജൻഡർ അല്ല, 4-wheel ഡ്രൈവ് ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ഫോർച്യൂണറാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. മേടിക്കുന്നത് 2021 അന്ന് മുതൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഡെലിവറി എടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. മേലുള്ള ഏകം പ്രസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബ്രോ, നമ്മുടെ ഫോർച്യൂണർ നല്ലൊരു ടയർ ചൂസ് ചെയ്യണം, അതുപോലെ ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഏതാണ് നല്ലത്, അങ്ങനെ ഒരുപാട് സജഷൻസ് ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ പാന്തറിന് ന്യൂ ബൂട്ട്സ് മേടിക്കുന്നത്, പുതിയ ടയേഴ്സ് മേടിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ടയർ നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏതാണ് ടൊയോട്ട ഫോർച്യൂണറിന് ഇത്തിരി ബെറ്റർ ടയേഴ്സ്, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ടയർ സെലക്ട് ചെയ്തു, എന്താണ് ഈ ടയറിന്റെ സൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിങ്ങൾക്ക് ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എൻ്റെ പേര് പ്രവീൺ, നിങ്ങൾ കാണുന്ന നമ്മുടെ യൂട്യൂബ് ചാനലാണ് വൺ ഡ്രൈവ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കമ്പനി ടയർ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഡ്സ്റ്റോണിൻ്റെ HT ടയർ ആയിരുന്നു, ഹൈവേ ടെറൈൻ ടയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏകദേശം 50,000 കിലോമീറ്റർ വരെ നമുക്ക് ഓടി, അതിലും കൂടുതൽ ഓടാമായിരുന്നു. പക്ഷേ നമ്മൾ സസ്പെൻഷൻ മാറ്റുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് ടയറിൻ്റെ വൺ സൈഡ് ചെത്തിപ്പോയി. അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ടയർ മാറ്റേണ്ടതായിട്ട് വന്നു. കമ്പനി ടയർ ഇട്ടിട്ട് 1,00,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുള്ള ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണുകയാണെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊന്ന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയും ടയർ ലൈഫ് കിട്ടുന്ന നല്ലൊരു ടയർ തന്നെയാണ് നമുക്ക് കമ്പനി ടയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 50,000 കിലോമീറ്ററിന് ശേഷമാണ് നമ്മൾ ടയർ മാറുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇപ്പോൾ റിപ്ലൈ അയക്കുന്നില്ല, വേറെ ഒന്നുമല്ല, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടായിരുന്ന എൻ്റെ ഫോൺ അത് നാശമായിട്ടിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ അത് റിട്ടേൺ കിട്ടും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ മെസ്സേജസിനും ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മളൊരു ടയർ ചൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ്. എങ്കിൽ നമുക്കൊരു 50% തലവേദന കുറഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും മോഡിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫുൾ ബ്ലാക്ക് ഒക്കെ ആക്കിയപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ടയർ മാറ്റുന്ന സമയത്ത് ഒരു ലുക്കുള്ള, അല്ലെങ്കിൽ ഒരു ഇത്തിരി റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ നോക്കി. ഞാൻ ഫസ്റ്റ് എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടാവുന്നത് മിഷ്ലിൻ തന്നെയാണ്. മിഷ്ലിൻ്റെ LTX എന്ന് പറഞ്ഞിട്ടുള്ള ആ ടയറായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ നമുക്ക് ആ ടയർ കിട്ടിയില്ല. അത്ര ഒരു പഞ്ചിങ്ങും കാര്യങ്ങളൊന്നും അല്ല അതിൻ്റെ ത്രെഡ് വരുന്നത്. പക്ഷെ എന്നാലും അത് കംഫർട്ടാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്ന റോഡ് ക്രൂസ എന്ന് പറയുന്ന ഈ ഒരു ടയറിലേക്കാണ് കേട്ടോ. BF ഗുഡ്രിച്ചിൻ്റെ ഏകദേശം അതേപോലെ വരുന്ന ത്രെഡ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാസീവ് സൈസ് നമുക്ക് ഫീൽ ചെയ്യും. 285/60/R18 നമ്മൾ ഇട്ടിരിക്കുന്ന ടയർ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M+S ആണ്, മഡ്+, അതായത് മഡ് ടെറൈൻ ടയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ വീതിയാണ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വിത്ത് നമ്മളിപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ലുക്കും ഈ ടയറിന് വരുന്നുണ്ട്. നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്ന BF ഗുഡ്രിച്ച് 80 ടയേഴ്സാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. 80ലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഉദ്ദേശം അത് തന്നെ ആയിരുന്നു. പക്ഷേ ആ ടൈമിൽ ആ ഒരു ടയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് വന്നോട് കൂടിയിട്ട് പുറത്തുനിന്ന് വരുന്ന ടയേഴ്സൊക്കെ വളരെ കുറവാണ്. ഉള്ള ടയേഴ്സിന് ഭയങ്കര റേറ്റ് ആണ്, ചോദിക്കുന്ന പൈസ കൊടുത്ത് നമ്മൾ എടുക്കണം. അങ്ങനെ നമ്മൾ റോഡ് ക്രൂസ പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിലേക്ക് വരികയാണ് ഉണ്ടായത്. RA1100 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ ഞാൻ ഇത് മേടിച്ചിട്ടതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന 285/60/R18 ആണ്. ഇതിലുണ്ടായിരുന്ന 265 ആയിരുന്നു. അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഗുണങ്ങൾ പറയാം. ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡായിട്ട് നല്ലൊരു കോൺടാക്റ്റ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റെബിലിറ്റി, അതുപോലെ കോർണറിങ് സ്റ്റെബിലിറ്റി എല്ലാം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ടയേഴ്സ് മാറ്റിയതിന് ശേഷം നമ്മൾ ഏകദേശം 20,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 20,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള ഒരു യൂസർ റിവ്യൂവും കൂടിയാണ് റോഡ് ക്രൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ. ചെല്ലുന്ന സമയത്ത് അവിടെ ഷോപ്പിൽ ഈ ഒരു ടയർ ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ സ്പോട്ടിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് നോക്കി, അതിനെപ്പറ്റി മനസ്സിലാക്കി, എന്നിട്ടാണ് നമ്മൾ ഈ ടയർ മേടിക്കുന്നത്. പിന്നെ നമ്മുടെ റോഡും നമ്മുടെ പർപ്പസും നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റിനനുസരിച്ചിട്ട് കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ ബ്രദറും ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആളുടെ പിന്നെ ഭയങ്കര നല്ല ഡ്രൈവിംഗ് ആയത് കാരണം ഇങ്ങനെ ടയേഴ്സൊക്കെ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് ഒരു ചെറിയൊരു കോസ്റ്റിൽ. അതുകൂടിയാണ് നമ്മളിത് ചൂസ് ചെയ്യാനുള്ള കാരണം. ബിലോ 20 ആണ് വന്നുള്ളൂ. ഏകദേശം ഒരു 70 or 80 or 90 ആ ഒരു റേഞ്ചിലാണ്, കറക്റ്റ് ഓർമ്മ വരുന്നില്ല.
ഓരോ സ്ഥലത്തിനനുസരിച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരാം. നിങ്ങളുടെ അടുത്തുള്ള ഡീലേഴ്സിന് ചിലപ്പോൾ അത് ഒത്തിരി നല്ല പ്രൈസിന് കൊടുക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൈസിന് ഡിഫറൻസ് വരാം. ഇതിൻ്റെ അപ്പർ കൺട്രോൾ ആം ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കണം. അലൈൻമെൻറ്റ് നമുക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും. പിന്നെ വണ്ടി ഓവറോൾ ഓടിക്കുമ്പോൾ ഉള്ള ഒരു പെർഫോമൻസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും. നമുക്ക് സ്റ്റെബിലിറ്റി കിറ്റും കൂടിയും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നുണ്ട്, ആ ഒരു അപ്ഗ്രേഡേഷൻ്റെ ഒക്കെ വീഡിയോ. പിന്നെ ഇതൊന്നും ഒരു സ്പോൺസേർഡ് വീഡിയോസ് ഒന്നല്ല, എൻ്റെ സ്വന്തമായിട്ടുള്ള യൂസർ റിവ്യൂസ് ആണ് പറയുന്നത്, യൂസർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. BF ഗുഡ്രിച്ച് നമ്മൾ ഈ സെയിം ടയർ സൈസ് ചോദിച്ചപ്പോൾ 285 ചോദിച്ച സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് ഏകദേശം 30 റേഞ്ചിലാണ് പറഞ്ഞത്. പുറത്തുള്ള എല്ലാവരും വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടി കൊടുത്തിട്ട് നമ്മളായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് ഡിഫറൻസിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അടുത്ത പ്രാവശ്യം BF ഗുഡ്രിച്ച് തന്നെയാണ് നമ്മുടെ ഒരു ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു ടയറിലേക്ക് എത്താനുള്ള കാര്യം ഉണ്ടായത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ 20,000 കിലോമീറ്റർ ഓടി, ഇനി ഇഷ്ടം പോലെ ഓടാനുള്ള ടയർ നമുക്കിതിലുണ്ട്. ഇതിനും കൂടുതൽ നമുക്ക് കിട്ടും, 50,000-നും കൂടുതലൊക്കെ എന്തായാലും ഈ ടയർ കിട്ടും. പിന്നെ അത്യാവശ്യം സോഫ്റ്ററാണ്, ഇതിൻ്റെ സൈഡ് വാളും അത്യാവശ്യം സോഫ്റ്റാണ്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ഒരു കല്ലിൻ്റെ മേലെ കൂടെ ഒക്കെ കയറുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി നല്ല സോഫ്റ്റായി, വണ്ടി നല്ല സ്മൂത്തായി, വണ്ടി നല്ല കോൺടാക്റ്റ് കിട്ടുന്നുണ്ട് റോഡായിട്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു ടയർ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടയർ തന്നെയാണ്, പക്ഷേ അവരവരുടെ റിസ്കിൽ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ടയർ നല്ലതാണ്, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഒരുപാട് നോക്കിയിട്ടൊക്കെ എടുത്ത ടയർ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. ഒരുപാട് വാഹനങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ടയർ യൂസ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ആണ്, ബെസ്റ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബ്രേക്കിങ്ങിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യണം, കാരണം അത് MT ടയർ ആയത് കാരണം നമുക്ക് വന്നൊരു കാര്യമാണ്. അപ്പോൾ സജസ്റ്റ് ചെയ്യുമോ ചോദിച്ചാൽ, ലുക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യും. അതല്ല പെർഫോമൻസും വേണം ലുക്കും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബ്രാൻഡും കുറച്ച് മോഡലുകൾ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് മിഷ്ലിൻ തന്നെയാണ്. മിഷ്ലിൻ്റെ LTX എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലുണ്ട്, 80 ടയറാണ്. ഓൾ ടെറൈൻ ടയർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ BF ഗുഡ്രിച്ച് തന്നെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അത് നല്ലൊരു ടയർ തന്നെയാണ്, മിഷ്ലിൻ്റെ തന്നെയാണ് വരുന്നത്. കാരണം ഇതിൽ രണ്ടിൽ ഏതെടുത്താലും നിങ്ങൾക്ക് ബെറ്റർ തന്നെയാണ്. ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ BF ഗുഡ്രിച്ചിലേക്ക് പോവുക. ബെറ്റർ പെർഫോമൻസ് വേണം, ബ്രേക്കിംഗ് വേണം, ലൈഫ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മിഷ്ലിൻ യോക്കോമ ജിയോലാൻഡർ G015 എന്ന് പറയുന്ന ടയറും നല്ല ടയറാണ്. നല്ല ബ്രേക്കിംഗ് ആണ്, നല്ല പെർഫോമൻസ് ആണ്, നല്ല അത്യാവശ്യം നല്ല മൈലേജും നമുക്ക് ലഭിക്കുന്ന ടയേഴ്സാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്സ്റ്റോണിൻ്റെ 80 ടയേഴ്സ് വരുന്നുണ്ട്, അതും നല്ല ടയേഴ്സാണ്. ഇത്രയും ടയേഴ്സ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മറ്റൊരു ടയറിനെ പറ്റി എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അതാണ് മാക്സിസിൻ്റെ ബ്രാവോ 980 എന്ന് പറയുന്ന മോഡൽ. അഫോർഡബിൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ പാറ്റേൺ നമുക്ക് കാണുമ്പോൾ BF ഗുഡ്രിച്ച് ആയിട്ട് വളരെ സാമ്യമായിട്ട് തോന്നും. അതുപോലെ അത്യാവശ്യം ലൈഫും നൽകുന്ന ടയർ തന്നെയാണ് കേട്ടോ. ഇത് കൂടാതെ മറ്റൊരുപാട് ടയേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടയേഴ്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലുക്കും വേണം, ഓഫ് റോഡിൽ സൂപ്പർ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ടയർ തന്നെയാണ് റോഡ് ക്രൂസ എന്ന് പറയുന്ന ഈ ഒരു ടയർ, RA1100 എന്ന് പറയുന്ന മോഡൽ. ഇനി പലരും ഇതിനടുത്ത് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടായിട്ട് വന്നിട്ടുണ്ടോ എന്ന്. യാതൊരു പ്രോബ്ലം ഇതുവരെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ടയറിൽ എയർ കുറവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മൈലേജ് നല്ല ഷോട്ട് വരും, കാരണം റോഡായിട്ട് ഓൾറെഡി കോൺടാക്ട് കൂടുതലാണ്. പിന്നെ ടയറിൽ എയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കോൺടാക്ട് കൂടും, മൈലേജ് നല്ല രീതിയിൽ ഷോർട്ടാവും. എയർ പ്രഷർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടും ടയറിന്, അതുപോലെ നല്ല മൈലേജും നിങ്ങൾക്ക് കിട്ടും. ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലി നിങ്ങൾക്ക് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്ഡ്, ബൈ.